2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. ഇതിപ്പം 1.5 കിലോ കപ്പയും 1 കിലോ ബീഫും. ഒരു 3 സവാള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു 10 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു 4 പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് ഇടുക. ഉപ്പിട്ട് തന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാമേ. 2 കറിവേപ്പില. ഇപ്പം ഈ സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കങ്ങ് ഒത്തിരി കറിക്ക് നമ്മൾ വഴറ്റുന്നത് പോലെ അതുപോലെ വഴരണ്ട. ഇനി ഞാനിതിലേക്ക് ഇച്ചിരി പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളാണേലും നമുക്ക് കറിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും പൊടികളും ചേർക്കണ്ട, വളരെ കുറച്ച് പൊടികൾ മാത്രം മതി. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനൊക്കെ അനുസരിച്ച് മുളക് പൊടിയിലൊക്കെ വ്യത്യാസം വരുത്തിക്കോ. ഇപ്പം ഞാൻ ചേർത്തത് ഇത്രയും വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരിയും 1/2 ടേബിൾ സ്പൂൺ മിക്സ് പൊടി. മിക്സ് പൊടി എന്ന് വെച്ചാൽ അത് കാശ്മീരിയും എരിവുള്ള കൂടെയുള്ള മുളക് പൊടിയാണ് മിക്സ് പൊടി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമുക്ക് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാനിത് കുറച്ച് നേരം ചെറിയ തീയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുത്തു. അപ്പം നമ്മൾ സാധാരണ ചിലർ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പം നെഞ്ചാരം എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. അത് ഇച്ചിരി നെയ്യും പെട്ടെന്ന് വേവുന്നേക്കുക അതാ ചേർക്കുന്നത്. പക്ഷേ അത് ഞാൻ അങ്ങനെയുള്ളതല്ല ഞാൻ വാങ്ങിച്ചത്. ഇച്ചിരി ഫാറ്റൊക്കെ ഉള്ളതാണ് നമുക്ക് ബിരിയാണിക്ക് ഉണ്ടാക്കാനായിട്ട് നല്ലത്, എന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. നെഞ്ചാരം എന്ന് പറയുന്നത് ഒത്തിരി ഫാറ്റാണ്. അത് എനിക്കറിയത്തില്ല ഇവിടെ ഇങ്ങനെ അവരുടെ അടുത്ത് പറയുന്നത് എന്തുവാന്നുള്ളത്. വേടും നമുക്കറിയത്തില്ല ഇവിടെ ഇപ്പം നമ്മൾ ഹിന്ദിയിൽ എന്തുവാ പറയുന്നതെന്നുള്ളത്. നാട്ടിലാണെങ്കിൽ നമുക്കിങ്ങനെ മലയാളത്തിൽ പറഞ്ഞ് വാങ്ങിക്കാമല്ലേ. ഇപ്പം ഇവിടെ ഉള്ള ബീഫുകാർക്ക് എല്ലാ പാർട്ടും പറയാനൊന്നും നമുക്കറിയത്തില്ലല്ലേ. അപ്പം ഞാൻ അതുകൂടെ ഒന്ന് ചേർത്ത് ബീഫ് ഇട്ടിട്ട് ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട്. ചിലർക്ക് കപ്പയ്ക്കകത്ത് ഇത്തിരി ബീഫിൻ്റെ പീസ് നന്നായി കിടക്കുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അങ്ങ് നന്നായിട്ട് വേവുന്നതായിരിക്കും ഇഷ്ടം. അപ്പം ഞാൻ ഇച്ചിരി നന്നായി വേവിച്ചാണ് എടുത്തത് ഇവിടെയുള്ള എല്ലാവരെയും ഓർത്ത്. അപ്പം ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. നിങ്ങളുടെ കുക്കറിൻ്റെ എത്ര വിസിൽ വേവെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങളുടെ വേവിനനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്തെടുത്തോ കേട്ടോ. ബീഫ് വേവിക്കുമ്പം ആദ്യത്തെ 2 വിസിൽ പെട്ടെന്ന് വന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഒന്നീ മീഡിയം ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ തീ കുറച്ചിട്ടിട്ട്. അല്ലാതെ ടപ്പേന്ന് വിസിൽ വരുവാണെങ്കിൽ അത് വേവത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ വിസിൽ 2 വന്നതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അപ്പം കപ്പ ഞാൻ ഒന്ന് ഊറ്റി, എന്നിട്ടിപ്പോൾ 2ാമത്തെ ഊറ്റാനിരിക്കുക. വേവുന്ന കപ്പയായിരുന്നു. അതിൽ ഞാനിപ്പം ഊറ്റുന്നതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് ഊറ്റും. അതുപോലെ കപ്പ ബിരിയാണിക്ക് വേവുന്ന കപ്പ വേണം. അതിപ്പം നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ വേവുന്ന കപ്പ കിട്ടും. ഇവിടെയൊക്കെ നമുക്ക് ലക്കനുസരിച്ച് കിട്ടത്തുള്ളൂ വേവുന്ന കപ്പ. പക്ഷേ ഇത് വേവുന്നതായിരുന്നു. നമുക്ക് ഒന്ന് ഊറ്റിയപ്പോഴേ എനിക്ക് മനസ്സിലായി അത് വേവുന്നതാണെന്ന്. ഞാൻ എത്ര ആണേലും വേവുന്നതാണേലും അല്ലേലും ഞാൻ 2 ഊറ്റും. ആ നമ്മൾ കട്ടെന്ന് പറയത്തില്ലേ, അത് പോകാനായിട്ട് ഞാൻ 2 ഊറ്റും. ഇവിടെ ഇപ്പം ഞാൻ കപ്പയൊക്കെ ഊറ്റിയെടുത്തായിരുന്നു. അപ്പോൾ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇത്രയും കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം അത് കിടന്നോട്ടെ. ഞാൻ ആ കപ്പയും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് നമുക്ക് ഈ ബീഫിൻ്റെ അകത്ത് ഈ കപ്പ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കപ്പയ്ക്കകത്ത് ഉപ്പ് ഇട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇളക്കിയിട്ട് വിസിലിടുന്നില്ല, അല്ലാതെ അടപ്പും കൊണ്ട് അടച്ച് ഒരു ചെറിയ തീയിലിങ്ങനെ കുറച്ച് നേരം കിടക്കട്ടെ. കാരണം അരപ്പൊക്കെ ഒന്ന് കപ്പയിലൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഞാൻ അങ്ങനെ ഒരു ചെറിയ തീയിൽ 5-10 മിനിറ്റ് ഒന്ന്. ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് അടിക്കൊന്നും ഉള്ളൊരു പേടി വേണ്ട. ഇടയ്ക്കൊന്നൊരു സ്പൂണിൻ്റെ മൂടുവശം ഇട്ടൊന്ന് കുത്തി നോക്കണം അടിക്ക് പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിലോട്ട് മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ചെന്ന് മനസ്സിലായി. എന്നിട്ട് ഞാനിത് വെളിയിലോട്ട് എടുത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബീഫ് ഇച്ചിരി നന്നായി വേവണമെന്നുള്ളത്. അതുകൊണ്ട് നന്നായി വെന്ത്, കാരണം ഈ പിള്ളേർക്ക് ബീഫ് കഴിക്കുന്നതിന് അവർ പറയുന്നത് പല്ലേ പോന്ന് പറയും. അതുകൊണ്ട് ഞാനങ്ങ് നന്നായിട്ട് വേവിക്കും. അപ്പോൾ അവർക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുമ്പോൾ കഴിക്കാൻ അവർക്ക് നല്ലതാണ്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കണം, എന്നാലേ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടൂ. പക്ഷേ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു മുറി തേങ്ങയോ ഒരു അരമുറി തേങ്ങയോ കുറച്ച് തേങ്ങ ഒന്ന് നമ്മൾ കടുക് വറുക്കും ലാസ്റ്റിൽ. ഞാൻ വെളിച്ചെണ്ണയും ഞാനിപ്പോൾ ചേർത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയും ഉള്ളിയും, എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലായിരുന്നു, നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയും കുറച്ച് തേങ്ങ തിരിയും ഇതുകൂടെ വറുത്ത് ഇതിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുവാണെങ്കിലും എൻ്റെ പൊന്നോ കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കടുക് വറുത്തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനിത് പ്ലേറ്റിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരിയും ഉള്ളി അരിഞ്ഞതുകൂടി ഇട്ടിട്ടുണ്ട് കാണാൻ. വേണമെങ്കിൽ പച്ചമുളകും അരിഞ്ഞിങ്ങനെ വട്ടത്തിലിടാം. ഞാൻ പച്ചമുളക് ഇട്ടില്ല. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.